നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹിന്ദു വിരുദ്ധ കലാപത്തെ പറ്റിയുള്ള അന്വേഷണം അട്ടിമറിച്ച ബംഗ്ലാദേശ് പോലീസും സുരക്ഷാ ഏജൻസികളും. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രാഷ്ട്രീയ പ്രേരിത അതിക്രമം എന്ന് പോലീസ് റിപ്പോർട്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടായത് വംശീയ അതിക്രമമാണെന്ന് ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനുസ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കുഴിച്ചുമൂടിയോ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ? സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ ആരിഫ് ഹുസൈൻ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ആരിഫ് ഹുസൈൻ, ഷെയ്ഖ് ഹസീന സർക്കാർ നയങ്ങളിലുള്ള പ്രതിഷേധത്തിൻ്റെ മറവിൽ നടന്ന അതിക്രൂരമായ ഹിന്ദുവിരുദ്ധ കലാപത്തിൻ്റെ അന്വേഷണം അട്ടിമറിക്കുകയാണ് ബംഗ്ലാദേശിലെ പോലീസും സുരക്ഷാ ഏജൻസികളും. ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ആരാധനാലയങ്ങൾ തകർത്ത സംഭവങ്ങൾ പോലും രാഷ്ട്രീയ പ്രേരിത അതിക്രമം എന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കലാപം ആളിക്കത്തിയ ആഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98.4% രാഷ്ട്രീയ പ്രേരിതമാണെന്നും വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ലെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇതിൽ നിന്ന് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വംശഹത്യ കുഴിച്ചു മൂടുകയാണ് ഭരണകൂടം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യെസ്, നമ്മൾ കുറുക്കനെ കൊണ്ട് തന്നെ കോഴികളെ കടിച്ചു പറിച്ചതിൻ്റെ കണക്കെടുപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. ഒരു വലിയൊരു സമൂഹം, ആ സമൂഹത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താക്കളായി കഴിയുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ നടക്കുന്ന വിഷയം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ തന്നെ പല ചർച്ചകൾ അത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൂട്ടക്കൊല അവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്മൂലന ശ്രമം അതുപോലും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ അവർ പുറത്തുവിട്ട കണക്ക്, അത് വരുന്നതിന് മുന്നേ തന്നെ ഇത് നിരീക്ഷിച്ച പ്രധാനപ്പെട്ട സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൽ പുതുമയുണ്ടോയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിവിടെ മുന്നേ പറഞ്ഞതാണ്. അതായത് ഇസ്ലാമിക് അതുപോലത്തെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തരത്തിലുള്ള പാർട്ടികൾ അവർ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് അതിനെ സ്വാഭാവികമായിട്ടും കുഴിച്ചുമൂടുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അത് ഒരു തരത്തിലും അത് പുറത്ത് വരാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട്. ഇതിപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇവിടെ കശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള വിഷയം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് സൂചിപ്പിക്കാൻ പോലും, അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ, അതാരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് മിണ്ടിയാൽ അവനെ ഏതെങ്കിലും വിധേന ചാപ്പയടിച്ചുകൊണ്ട് നിശബ്ദനാക്കുന്ന ഒരു പണി പോലും ഇവിടെ ഉള്ളപ്പോൾ, അതിനെ സംബന്ധിച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് 2 കാര്യം പറഞ്ഞാൽ അവനെയും നിശബ്ദനാക്കുന്ന രീതി നമ്മളിവിടെ കാണുമ്പോൾ ഇതിൽ ഒരു കാര്യം വ്യക്തം തന്നെയാണ്. ഈ തരത്തിലുള്ള ആക്ഷൻസ് അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു മൗനം അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊരു വലിയ അത്ഭുതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇതിലൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഒക്കെ നടത്തിക്കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ആഗോളതലത്തിൽ തന്നെ ഉയരേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1971 ആ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ അനേകം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച് വന്ന ആ ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങൾ അന്ന് ചെയ്തപ്പോൾ അവിടെയെല്ലാം നിരീക്ഷിക്കപ്പെട്ടത് ഹിന്ദുക്കൾ നേരിട്ടിട്ടുള്ള വിഷയം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം ബംഗ്ലാദേശിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് എത്രയാണ്, അതെങ്ങനെയാണ്, അവരുടെ സ്റ്റോറീസ് എന്താണ് എന്നുള്ളത്
ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് ഇത് പുറത്തേക്ക് എത്തിക്കാനും അത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ ഇന്ത്യക്കെങ്കിലും കഴിയും. ആ സംഗതികൾ മുൻനിർത്തി ആഗോള മേഖലകളിൽ അവിടെ ആ വിഷയം ഉയർത്തുവാനും നമുക്ക് സാധിക്കും. അതുവഴി അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ നേരിട്ട പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക. ഇന്നും അത് ഭയന്ന് ജീവിക്കുന്ന, പുറത്തേക്ക് പോകാൻ പറ്റാതെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്കൊരു സുരക്ഷിതത്വം ഏതെങ്കിലും വിധേന ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഈ ഇരവാദം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ആ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു പ്രവണത അത് ഹിന്ദു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാണില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. കാരണം അത് കാലം ഇത്രയായിട്ടും അങ്ങനെ ഒരു പ്രവണത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെയാണ്. നമ്മൾ പല ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവർ പ്രശ്നം നേരിടുന്നില്ല എന്നതല്ല. നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തു കൊണ്ടുവന്ന് നീതി ലഭിക്കേണ്ടവർക്ക് അത് ലഭ്യമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇരവാദം ഉയർത്തുന്നില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഇരവാദം ഉയർത്തുന്നവർക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പ്രതീതി അത് കൂടുതൽ മറ്റുള്ള ഇരവാദത്തിൻ്റെ ആളുകൾക്ക് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിക്കുമാറ് അതിനെ ആ രീതിയിലേക്ക് അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് നമ്മൾ കൂട്ടു നിൽക്കേണ്ടതില്ല എന്നും കൂടിയാണ് എനിക്ക് അവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ലോകം മുഴുവൻ കണ്ടതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എല്ലാം വ്യാപകമായി തകർക്കപ്പെട്ടതും കണ്ടതാണല്ലേ. ആ വേദന ഇന്നും നമ്മളിൽ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഭരണകൂടം ഇതൊന്നും വംശീയമായി കാണരുത്, ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അതിക്രമങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണുകയില്ലേ? അതൊരു ക്രൂരമായിട്ടുള്ള നടപടിയല്ലേ? അല്ല, തീർച്ചയായും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ നമുക്കിതേ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതാണ്. കാരണം അവിടെ വന്നിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളും അവരുടെ നയങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ റിപ്പോർട്ട് സത്യമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വേറൊന്നുമല്ല, അവിടെ വംശീയ ഹത്യ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. കാരണം അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നുള്ളത് അതാണ് നമ്മുടെ എല്ലാം ചിന്താഗതി. അവിടെ വംശീയ ഹത്യയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയമായ സംഘർഷം ആണ് എന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ പലതും കണ്ടതാണ്. പക്ഷെ അതിനിടയിലും അവിടെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ കണ്ടു. ഇപ്പോൾ അവാമി ലീഗിന്റെ ധാക്ക പട്ടണത്തിലെ അവരുടെ ഒരു മുൻ മന്ത്രിയുടെ 26 നിലയുള്ള ഹോട്ടലിന് തീ കൊടുക്കുകയും അവിടെ ഡസൻ കണക്കിന് ആളുകൾ വെന്തു മരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ആഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് താഴെ പോകുന്നതും അവര് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടുന്നതുമൊക്കെ. അപ്പൊ അതിനുശേഷം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇതൊരു എന്താ പറഞ്ഞ അവാമി ലീഗിനും അവരുടെ പാർട്ടിക്കും ഗവൺമെന്റിനും എതിരെയുള്ള ഒരു നീക്കമായിരുന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഈ തീവ്രവാദി സംഘടനകൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണമാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 1400-ൽ പരം ആക്രമണങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി. ഇപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറഞ്ഞ ഹിന്ദു നേതാവ് ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വന്ന അഭിഭാഷകനെ പോലും തല്ലിക്കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിശ്ചയമായും ഈ കാര്യത്തിൽ എന്താ പറഞ്ഞ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കള്, അതുപോലെ തന്നെ പാർസികള്, ബുദ്ധര്, ഇനി അവശേഷിക്കുന്ന ക്രിസ്ത്യൻസ്, ഇവർക്കെല്ലാം എതിരെ അതിരൂക്ഷമായിട്ടുള്ള അക്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ ശ്രീ മുഹമ്മദ് യൂനുസ്, അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്നയാള്, അദ്ദേഹവും പറഞ്ഞത് ഈ വംശഹത്യ തന്നെ ലജ്ജിക്കുന്നു,
എന്താ പറയുക ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ധാക്കയിലെ ഒരു ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്, അവിടുത്തെ ഹിന്ദു നേതാക്കളോടൊപ്പം സന്ദർശിക്കുന്നതിന്റെ ചിത്രമൊക്കെ ഇന്ത്യൻ എക്സ്പ്രസും ദ ഹിന്ദു പോലുള്ള പത്രങ്ങളിലൊക്കെ വരികയും അദ്ദേഹം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് ഇന്ത്യക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് വാഗ്ദാനമാണ് കൊടുത്തത്. ആ വാഗ്ദാനം എത്രമാത്രത്തോളം പിന്നീട് പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അത് കാലം ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അവിടെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അതാദ്യം അവാമി ലീഗിനും അവരുടെ നേതാക്കൾക്കും നേരെ നടന്ന ആ സംഘർഷങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ അതൊരു അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ഒരു കലാപമാവുകയും ആ കലാപത്തിൽ ഇപ്പൊ ധാക്ക സർവകലാശാലയിലൊക്കെ പഠിക്കുന്ന ഹിന്ദു വിദ്യാർത്ഥികളെയൊക്കെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നതിന്റെ പല ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ അവിടെ കലാപങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ അതിന് തർക്കമില്ല. അപ്പോൾ ഇത് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിലൂടെ, കാരണം ഇന്ത്യ പോലെ ഒരു പ്രബലമായ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വെള്ളം, നമ്മുടെ വൈദ്യുതി, നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഭക്ഷണം, ഇതും കൊണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ അതിനെ ഫലപ്രദമായി തടയാൻ നാളുകളിൽ നമുക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച, ഇന്ത്യ അതിർത്തിയിൽ വേലി നിർമ്മിക്കുന്നു. എന്തിനാ നമ്മൾ വേലി നിർമ്മിക്കുന്നത്? അവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ കള്ളക്കടത്ത്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തടയാനാണ്. അപ്പോ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ബ്രിട്ടീഷ് ആസ്ഥാനത്ത് ബംഗ്ലാദേശ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അവർ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കൗതുകം തോന്നുന്നു. എടാ, നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേലി കെട്ടുന്നതിനെതിരെ ബംഗ്ലാദേശ് രംഗത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കമ്മീഷണറെ അവരെ വിളിച്ച് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഇന്ന് ഇന്ത്യയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഒരു കാര്യത്തിൽ ഇപ്പൊ നമുക്കൊന്ന് സമാശ്വസിക്കാം. കാരണം ആ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ സമാധാനത്തിലേക്ക് വരികയും അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്, ന്യൂനപക്ഷ സമൂഹത്തിന് പടിപടിയായി അവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാം. മനസ്സിലെ മുറിവുകൾ ഉണങ്ങില്ലല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പൊരു ചർച്ചയിലും പറഞ്ഞല്ലോ, 35 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു റവല്യൂഷനിൽ നിന്ന്, അതിനെ റവല്യൂഷൻ വിളിക്കാൻ പറ്റത്തില്ല, കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയുടെ ഒരു പ്രതിഫലനത്തിൽ നിന്നാണ് ഈ രാഷ്ട്രം ഉണ്ടായത്. 1 കോടി ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ നിന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാകുന്നത്. അഭയാർത്ഥികളുടെ എണ്ണം എത്രയെന്ന് ഇന്നും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. തുടർന്ന് 71 ആയപ്പോഴേക്കും അത് 30-35 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മുറിവുകളൊക്കെ ഉണങ്ങുക എന്നുള്ളത് അത് ദശാബ്ദങ്ങൾ കൊണ്ട് കഴിയുമോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോ കേൾക്കുന്ന വാർത്തകൾ കൂടി നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം പാകിസ്ഥാൻ പൗരന്മാർക്ക് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അതൊക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെയും പ്രചരണങ്ങളുടെയും ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് അതൊട്ടും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസകരമല്ല. അതോടൊപ്പം തന്നെ ലോകത്താകമാനമുള്ള ഏത് രാജ്യങ്ങളിലാണേലും ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊട്ടും ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് അല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് അന്വേഷണ ഏജൻസികൾ തികച്ചും ഏകപക്ഷീയമാണ് എന്നുള്ള കാര്യത്തിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യ ഫേസിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിജിലൻസി കാണിക്കാൻ അവർക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നാളെകളിലെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ കൊടുക്കുന്ന വെള്ളം, നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി, നമ്മുടെ ഭക്ഷണം, ഇത് കഴിച്ചു കഴിയുന്നവര് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ കടുത്ത നടപടിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരിഫ് ഹുസൈൻ, ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ധാക്കയിലെത്തി ചർച്ചയൊക്കെ നടത്തിയതാണ് അല്ലേ? തുടർന്ന് വളരെ ധീരമായിട്ടുള്ള ഇടപെടൽ, സക്രിയമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇപ്പോഴും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സമീപനമാണ് ഉള്ളതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയെ, ഭാരതത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അല്ലേ?
അപ്പോൾ വേണമെങ്കിൽ അവിടേക്കുള്ള ഈ വൈദ്യുതിയും അതും ഇതെല്ലാം വേണമെങ്കിൽ വിച്ഛേദിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ബംഗ്ലാദേശിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആവാം ഈ ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ, മാധ്യമങ്ങളിൽ വരുന്നത് പോലെ അത്ര അതിഭീകരമായിട്ടുള്ള ആക്രമണമൊന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ചിത്രം അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു വളരെ സുധീരമായിട്ടുള്ളൊരു നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം. ഇതിലിപ്പോൾ അനിൽ നമ്പ്യാർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മുന്നേ നടത്തിയ ചർച്ചകളിൽ ചില ആളുകളൊക്കെ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ നോക്കിയിരിക്കരുത്, നമ്മൾ കയറി ഇടപെടണം, നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യണം, ബോംബിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വരെ പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. അന്ന് നമ്മൾ അതിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു വശത്ത് ഓൾറെഡി ഒരു രാജ്യം വലിയ തോതിൽ നമുക്കെതിരെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ. ഇനി ഇപ്പുറത്തെ ഒരു രാജ്യം കൂടി അതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിനെയാണ് അത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുക. കാരണം ഇങ്ങനെ എപ്പോഴും ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണം ചെലവഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക, അത് കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രയോറിറ്റി. ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ രീതി. ഇതുവരെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ പോയി യുദ്ധം ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അത്തരത്തിലുള്ള സൈനിക നടപടികൾ നടത്തിക്കൊണ്ട് ഇതിലേക്ക് എന്തെങ്കിലും ഒരു വഴി ചെയ്യുക എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്തതും അതിൻ്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞതുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഈ തരത്തിലുള്ള റീസോഴ്സസ് കൊടുത്തുകൊണ്ട്, വെള്ളം, വൈദ്യുതി, ഇതുപോലുള്ള സംഗതികൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന അതിലൊരു ഉപരോധം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അതും മറ്റൊരു തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മളത് പറയാറുണ്ട്. ഇസ്രായേൽ അങ്ങനെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതും യുദ്ധത്തിൻ്റെ തന്നെ ഒരു വഴിയായിട്ട്, അല്ലെങ്കിൽ ഒരു ലെസർ വാറായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അത് വന്നു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ്. ഇനി ഇതില് അല്ല, ഡോക്ടർ ആരിഫ് ഹുസൈൻ, യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. താങ്കൾ പറഞ്ഞതുപോലെ നിരപരാധികൾ കൊല്ലപ്പെടും. പക്ഷേ ഇവരെ വരുതിയിലാക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവേണ്ടേ? ആ സമയം അതിക്രമിച്ചില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ വിഷയത്തിൽ ബംഗ്ലാദേശിനെ അക്കൗണ്ടബിൾ ആക്കാനുള്ള വഴികൾ ആണ് തേടേണ്ടത്. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുന്ന രാജ്യം അയൽരാജ്യമായ ഇന്ത്യ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ ഈ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ ആയിട്ടുള്ള പ്രത്യേകിച്ചും അവർ നേരിടുന്ന വിഷയങ്ങൾ അത് തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട്, മറ്റ് ന്യൂനപക്ഷങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളെ, അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനെ കുറിച്ചൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് അത് പുറത്തെത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് ഇന്ത്യ ചെയ്യേണ്ടതുണ്ട്. അതും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. UN സഭകളിൽ ഇതെത്തിക്കണം, അതല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിൽ ഇത് നമ്മൾ ചർച്ചയാക്കേണ്ടതുണ്ട്. ഒരു ഇന്റർനാഷണൽ സമൂഹത്തിന് മുന്നിൽ അക്കൗണ്ടബിൾ ആവുക എന്ന് പറയുന്ന ഒരു കാര്യം UN-ലൊന്നും അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ വിഷയം ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക ഇത്തരം സംഘടനകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് NIA ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധി വരേക്കെങ്കിലും അവിടെ അക്കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ പോലും അയൽ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെ നമ്മൾ കുറച്ച് കാണുന്നുണ്ടോ? അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഭീഷണിയെ നമ്മൾ വേണ്ട ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. എന്തായിരിക്കും ആ ഒരു തടസ്സം? ആ തടസ്സം എന്ന് പറയുന്നത് ഇതിൽ ഇടപെട്ട് കഴിയുമ്പോൾ ഇതൊരു പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും, അങ്ങനെ ഒരു പ്രശ്നവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യ പോയി തലവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ ലക്ഷ്യം ഒരു പക്ഷേ നമ്മളെ അത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുക എന്നുള്ളതാണെങ്കിലോ അതും ഒഴിവാക്കേണ്ടത് തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് അതാണ്. അതല്ലാതെ ഈ വിഷയത്തെ ഒരു ഭീഷണിയെ കുറച്ച് കാണുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമോ?
അതാ പറഞ്ഞ അത് കാണിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അവർ അതിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ അങ്ങനെ തല വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോഴും സേഫായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. പക്ഷെ അപ്പോഴും ഈ വിഷയത്തെ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നതിൽ നമുക്കെടുക്കാവുന്ന വഴികൾ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആ ജനങ്ങൾക്ക് നീതി കിട്ടുന്ന കാര്യമാണ്. ഇതൊരു അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കേണ്ട വിഷയമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവർ ഉയർത്തുന്ന രാഷ്ട്രീയ ഭീഷണി എന്ന് പറയുന്നത് അത് നമ്മൾ തുറന്ന് കാണിക്കേണ്ടതുമാണ്. അതിൽ വലിയ പങ്ക് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയും എന്നും കൂടിയാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും പറയാൻ 100 നാക്കാണ്. പക്ഷെ ഇസ്ലാമിക രാഷ്ട്രമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന് ഉദാഹരണങ്ങൾ 1, 2, 3, 4 ആയിട്ട് നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതെങ്കിലും ഇവിടെ ചർച്ചയാക്കേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഒരു പ്രസിഡന്റ് ഉള്ള ഒരു മുൻ മാതൃകയുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക രാജ്യമാവുക എന്ന് പറയുന്നത്. ഒരു വലിയ പ്രശ്നമാണെന്നുള്ളത് അത് കാണിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷയം തന്നെ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം അതാണ്. ഇവിടെ ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതൽ 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ആ ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കെ അതിനെക്കുറിച്ച് ആർക്കും ഒരു വിഷമവും ഇല്ല, ഒരു പേടിയുമില്ല. അത് ആരോ കുട്ടികളെന്തോ എഴുതി പഠിച്ചപ്പോൾ എഴുതി കൂട്ടി എന്തോ സാധനമാണെന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും ലഘൂകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. അതേസമയം ഇവിടെ ഹിന്ദു രാഷ്ട്രമാകും എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായ ചർച്ചകളുമാണ്. അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നിരീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലേക്കും നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു ആഗോള പ്രശ്നമാണ്. അത് ഇന്ത്യയിലും അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഇന്ത്യക്ക് ഇപ്പോഴും ഇടപെടാനുള്ള സാഹചര്യമുണ്ട്, അത് പുറത്ത് കൊണ്ടുവരാനുള്ള വഴികളുണ്ട്. അത് ഇനിയെങ്കിലും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ വേണു, നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ പിന്നെയും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുന്നത്. മാത്രമല്ല ഹിന്ദു വംശഹത്യ നടന്നു എന്ന് ലോകത്തിന് അറിയാം, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷേ എന്നിട്ടും അതിനെ ലഘൂകരിക്കാനുള്ള, അതിനെ ലാഘവത്തോടെ സമീപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ, ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ തന്നെയല്ലേ കാണേണ്ടത്? നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ, അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല. ഇനി അടുത്ത പടി എന്തായിരിക്കണം? അല്ല, ഇവിടെ നമ്പ്യാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബംഗ്ലാദേശിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർഭാവമൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും ബംഗ്ലാദേശിൽ അത് തന്നെയാണ്. 71-ലും ധാക്ക സർവകലാശാലയിൽ നിന്നാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് ആവശ്യമായ സമരം ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ വ്യക്തമായും പാകിസ്ഥാന്റെ ചാരസംഘടന ISI ആണ്. ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയാണ്. ഞാൻ കുറച്ചു കാലം ഈ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ജോലി ചെയ്യാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ജേണലുകളൊക്കെ ധാരാളം വായിക്കാനും പഠിക്കാനും. കാരണം അവര് ഈ ഒരു വിഭാഗത്തെ, അവരുടെ സൈന്യത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തെ, ഈ ISIയെ ഇന്ത്യ വിരുദ്ധ പ്രചരണം, അതോടൊപ്പം തന്നെ ഈ ഭീകരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ക്യാമ്പുകൾ തുറക്കുക, അവരുടെ ലോഞ്ചിങ് പാഡിലൂടെ ഈ കാലാവസ്ഥ മോശമാകുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കടത്തിവിടുക, ഈ നിരന്തരമായ പ്രക്രിയകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബംഗ്ലാദേശിൽ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ഉണ്ടായിരുന്നിടത്തോളം ഒരു കാലം അവരുടെ ഒരു ഡയറക്റ്റായ ഇടപെടൽ അവർക്ക് സാധ്യമായിരുന്നില്ല. പക്ഷെ ആ ഗവൺമെന്റ് വീണു. ആ ഗവൺമെന്റ് വീണതോടുകൂടി, ഗവൺമെന്റ് വീഴാൻ തന്നെയുള്ള കാരണം ഈ ISIയുടെ കുൽസിത പ്രവർത്തനങ്ങളും ബംഗ്ലാദേശിൽ അവർക്ക് ആവശ്യമായ റിസോഴ്സുകളും ആളുകളെയൊക്കെ അവർ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സാമൂഹിക പ്രശ്നമോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി മാത്രമല്ല, ഇതിനകത്ത് പാകിസ്ഥാൻ സേനയുടെ, അവരുടെ ISIയുടെ വലിയ ഒരു പ്രവർത്തനം, അത് ഒരു ചാരസംഘടന എന്ന നിലയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുൽസിത പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ വല്ലാത്ത രീതിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഹുസൈൻ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്, അത് തന്നെയുമല്ല ഈ ഒരു അഭയാർത്ഥി പ്രശ്നത്തിന്റെ പേരിലോ അതല്ല മറ്റൊരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന അവരുടെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഒരു പേരിൽ
പോംവഴിയല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്താനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിന് അമേരിക്കയുടെ ഒരു വലിയ ശ്രമം അതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ബംഗ്ലാദേശിന്റെ മേൽ വല്ലാതെ ഉണ്ടാവുകയും ഇന്ത്യ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക ഉപരോധം അടക്കം, വെള്ളം കൊടുക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത് പടിപടിയായി, അതായത് 1600 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനും ആയി കൂട്ടുചേർന്നുകൊണ്ട് ഒരു അതിർത്തിയിൽ കിടക്കുന്ന ഇന്ത്യയെ ദ്രോഹിക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചാൽ അത് ബംഗ്ലാദേശിന് വലിയ അപകടമുണ്ടാകും എന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞ് ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാത്രമേ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പരിധിവരെ പിന്മാറുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തിയതാണ്. കാരണം അവിടെ വലിയ രീതിയിൽ വംശീയ ഹത്യയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളും നടക്കുന്നു എന്ന് അവർ തന്നെ ട്വീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവര് സന്ദർശിച്ച പത്രക്കാരോട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ആഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ തോത്, അളവ് അത് കുറഞ്ഞത്, അത് ആശ്വാസകരമാണ്. പക്ഷെ നമ്പ്യാർ ഇവിടെ പറഞ്ഞതുപോലെ ഈ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കേണ്ട മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് പടിപടിയായി അദ്ദേഹവും ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവക്കാരുടെ പക്കലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നുള്ളത് അത് നമ്മളെ കൂടുതലായി ഉത്കണ്ഠപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു വാർത്ത അവിടെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു എന്നുള്ള, ഇന്ത്യ വളരെ സശ്രദ്ധം വീക്ഷിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം അവിടെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കണം. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടന്ന് ജനഹിതം എന്താണ് എന്ന രീതിയിൽ അവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എങ്കിൽ മാത്രമേ, അതല്ലാതെ ISI സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടെ ജീവിതം ദുസ്സഹമായി മാറും. അപ്പോ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ്, കാരണം ബംഗ്ലാദേശിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനും ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. അവര് ഈ ISIയുടെ കുൽസിത തന്ത്രങ്ങളിലോ അല്ലെങ്കിൽ ജമായത്തിന്റെ ഈ വിഭജന തന്ത്രങ്ങളിലൊന്നും പെടുന്ന ആളുകളല്ല. അപ്പോ അവിടെ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കാനും ആ തെരഞ്ഞെടുപ്പിലൂടെ ജനഹിതം പൂർണ്ണമായി പുറത്തു വരുന്ന ഒരു ഗവൺമെന്റ് വരാനും അത് ഇന്ത്യ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ദിവസങ്ങളായിരിക്കും വരും ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജയശങ്കർ അദ്ദേഹം ഒരു മാധ്യമത്തിന് നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ സസൂക്ഷ്മം ഞങ്ങളിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം, കാരണം അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു, ഉത്കണ്ഠപ്പെടുത്തുന്നതുമാണ്. എത്രയും പെട്ടെന്ന് അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. വിദ്യാസാഗർ ഗുരുമൂർത്തി, കലാപമാളിക്കെത്തിയ ഓഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98% രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ബംഗ്ലാദേശ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നും അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹിന്ദു വംശഹത്യ കുഴിച്ചുമൂടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണല്ലോ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും കമ്മ്യൂണൽ ഓവർത്രോ ഉള്ളതായിട്ട് അവർ കാണിക്കില്ല എന്നുള്ളത് നമ്മൾ അന്ന് മുമ്പ് തന്നെ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ്. ഇതിൽ ഇന്ന് ദ ഹിന്ദു ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1234 കേസുകളെന്നാണ്. 1234 കേസുകൾ പൊളിറ്റിക്കൽ ഓവർടോണുള്ള കേസുകളാണെന്നാണ് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, അതൊരിക്കലും മതപരമല്ല അല്ലെങ്കിൽ വർഗീയമല്ല എന്നാണ് അവർ പറയുന്നത്. അതിലാകെ ഈ 20 കേസുകളാണ് ഇവർ പറയുന്നത് കമ്മ്യൂണൽ ആയിട്ടുള്ള അണ്ടർടോൺസ് ഉള്ള കേസുകൾ എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഈ സമരത്തിന്റെ തുടക്കം എന്തായിരുന്നുള്ളതാണ്. ഈ സമരത്തിന്റെ തുടക്കം ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ആയിരുന്നില്ലല്ലോ. ഇതൊരു വിദ്യാർത്ഥി സമരമായി, റിസർവേഷൻസിന്റെ എതിരെയുള്ള സമരമായി രൂപപ്പെട്ടിട്ട് അതിന്റെ ടോൺ പെട്ടെന്ന് മാറിയതും അത് ഏത് ദിശയിൽ സഞ്ചരിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ. അപ്പോ അത്തരത്തിൽ രാജ്യത്തിന്റെ സ്ഥിതിയെ അട്ടിമറിക്കുകയും ഷെയ്ഖ് ഹസീന പോയതോടുകൂടി ഓഗസ്റ്റ് 2024 മുതൽ ഉണ്ടായ അറ്റാക്കിൽ, ഇപ്പൊ ഇന്നത്തെ ആ കേസ് തന്നെ കൊടുത്തിരിക്കുന്ന ഹിന്ദു ബുദ്ധിസ്റ്റ് യൂണിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ആ സംഘടനയാണ്. അവര് ഹിന്ദു മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും റെപ്രസെന്റേറ്റീവായി കൊടുത്തിട്ടുള്ള കേസാണ്.
അതിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ് എന്ത്, 20 എണ്ണം മാത്രമേ ഇത്തരത്തിൽ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. മുഹമ്മദ് യൂനിസ് പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു മുഹമ്മദ് യൂനിസ് ഹിറ്റ്ലറെക്കാൾ അധപ്പതിച്ച മനസ്സുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഹിറ്റ്ലർ അറ്റ്ലീസ്റ്റ് അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെ ടേക്കപ്പ് ചെയ്യാനുള്ള ആണത്തം നട്ടല് കാണിച്ച ആളാണ്. യൂനിസ് അല്ല, ഇപ്പോഴും വേറെ പറയുന്നത്, മാർഗമില്ലല്ലോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല കാണില്ല. അല്ല അദ്ദേഹത്തിന് തല ആരെടുക്കും, അതാണ് ചോദ്യം. നൊബേൽ പ്രൈസ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കല്ലേ. അപ്പൊ ഞാൻ അയാളെ ഇനി മുതൽ മുഹമ്മദ് യൂനക്കെന്നേ വിളിക്കുള്ളൂ. ഷണ്ടനാണ് അയാൾ. അയാൾക്ക് സ്വന്തം രാജ്യത്തിന്റെ ദുസ്ഥിതിയെ പറ്റി യഥാതഥമായ ഒരു അവലോകനം നടത്താനോ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസാക്ഷിയില്ലാത്തൊരു ക്രൂരനാണ്. ഒരു പക്ഷേ ഹിറ്റ്ലറെക്കാൾ ക്രൂരനാണ്. ജർമ്മനിയില് അവർ ചെയ്തിട്ടുള്ള, പൂർവ്വകാലത്ത് ചെയ്തു പോയിട്ടുള്ള ക്രൂരമായ ജൂതവേട്ടയെ പറ്റിയൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഹിസ്റ്ററി ബുക്സിൽ അവരുടെ തന്നെ ഈ ഹിറ്റ്ലർ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരത, നാസി പടയുടെ ക്രൂരത എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു രാജ്യം ചെയ്യേണ്ടുന്ന ധാർമ്മികതയാണ്. നമ്മളിവിടെ എപ്രകാരമാണോ നമ്മുടെ പൂർവ്വകാലത്തെ യുദ്ധങ്ങളെ പറ്റി എഴുതുന്നത്, അതുപോലെ ഇവര് അപ്പോൾ തന്നെ ടേക്കപ്പ് ചെയ്യേണ്ട ഇഷ്യൂ ആണിത്. മാത്രമല്ല ഇതിൽ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയുന്നത്, ഈ ബാംഗ്ലാദേശി വയലൻസ് ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഇത് വളരെ സീക്രട്ടീവ് ആണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞിട്ടുള്ള, ലോക രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെടുന്ന ആശയവിനിമയ സൗകര്യങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ വളരെ ക്രൂരമായ, അതായത് ഗ്രാമാന്തരങ്ങളിൽ ക്രൂരമായ ജിഹാദ് തന്നെ, അതായത് ഗസ്വ പോലെ, അതായത് മിന്നലാക്രമണങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പത്രങ്ങളും അത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തെങ്കിലും വീണ്ടും എല്ലാം ഹഷപ്പ് ചെയ്യാനുണ്ടായത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു രാജ്യത്തിന് ഭൂഷണമാണോ? മൊത്തത്തിലുണ്ടായ കമ്മ്യൂണൽ അറ്റാക്സിന്റെ എണ്ണം പറയുന്നത്, പോലീസ് തന്നെ പറയുന്നത് 1769 എണ്ണമാണ്. ഈ കേസാണ് അവർ ബാംഗ്ലാദേശി ഹിന്ദു ബുദ്ധിസ്റ്റ് യൂണിറ്റി കൗൺസിൽ കൊടുത്തിരിക്കുന്നത്. ഈ 1769 ഇവർ പറയുന്ന എന്താ പറയാ, ലയൺ ഷെയർ, ഗ്രേറ്റ് മജോറിറ്റി മുഴുവനും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ കലാപം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റികൾ ടാർഗറ്റ് ചെയ്യപ്പെടുക? ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ തമ്മിൽ വഴക്കുണ്ടായാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് പടരുക എന്ന് പറയുമ്പോൾ ആ പൊളിറ്റിക്കൽ വയലൻസിന്റെ പോലും ഉന്നം എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റീസ് ആണെന്നുള്ളത് വ്യക്തമല്ലേ ഇതില്? അപ്പൊ ഒരു കാരണം ഉണ്ടാക്കിയിട്ട്, അതായത് ആദ്യം അമ്പ ചെയ്തിട്ട് അതിന് ചുറ്റും വട്ടം വരയ്ക്കുകയാണ് മുഹമ്മദ് യൂനിസ് ചെയ്യുന്നത്. ആദ്യം ഒരു കാരണം പറയുന്നത് എന്താണ്? ഷെയ്ഖ് ഹസീന പോയ ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയാണ് ഇത്തരം അക്രമങ്ങൾ കാരണം എന്ന് പറഞ്ഞുണ്ടാക്കുക. പക്ഷെ അതിന്റെ മുഴുവൻ ബ്രണ്ടും, അതിന്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കേണ്ടി വന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ. സത്യത്തിൽ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണൽ നോട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ലോകത്ത് എവിടെ ഒരുത്തൻ ഹിന്ദുവിനെ കൊല്ലാലും ആരും ചോദിക്കാനില്ല എന്നുള്ളത് മനസ്സിലായി. നേതാക്കന്മാര് പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. ചത്താൽ ചത്തവന് പോയി എന്ന് മാത്രമേ ഇതിലുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അങ്ങോട്ട്, ഓരോ നിമിഷവും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമായിരുന്നു ബംഗ്ലാദേശിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ. അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താണ്? പൂർണ്ണമായിട്ടും സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ടും ഇസ്ലാമിക ഭീകരവാദികളെ ഇതിൽ നിന്ന് മുഖം രക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചല്ലോ. അതെ. അതിൽ ഒരിടത്തെങ്കിലും പരാമർശിക്കട്ടെ ഇങ്ങനെ മതപരമായ വളരെ ക്രൂരമായ നിന്ദ്യമായ. അപ്പൊ രാജ്യത്തിനെ സംബന്ധിച്ച് they are again declaring that we are not a secular nation. ഞങ്ങളൊരു സെക്യുലർ നേഷൻ അല്ല, ഞങ്ങൾ ഇസ്ലാമിക് നേഷൻ ആക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതുകൊണ്ട് ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടായിരുന്ന ജനാധിപത്യ ബോധത്തെ ഞങ്ങൾ ഇതാ കൊന്ന് കശാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറച്ചിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. എന്ന് വെച്ചാൽ തീർത്തും ഇൻഎഫിഷ്യന്റ് ആയിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അവിടുത്തെ പോലീസ്. ഇവിടെ ചില ആളുകൾ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ കമന്റ് ചെയ്യുമ്പോൾ, ഇവിടെ നിങ്ങൾ ഗുജറാത്തിൽ നടത്തിയില്ലേ, നിങ്ങൾ അവിടെ നടത്തിയില്ലേ, ഇവിടെ നടത്തിയില്ലേ എന്നൊക്കെ ഇവര് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഒരുപാട് തവണ അത് ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ ബാംഗ്ലാദേശി ജിഹാദിയുടെയും ഈ കമന്റ് ഇട്ട മലയാളിയുടെയും മൈൻഡ് ഒന്നാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ രണ്ടുപേരും ചിന്തിക്കുന്നത് ഇതര സമുദായങ്ങളുമായുള്ള നേരിട്ടുള്ള സംഘർഷങ്ങൾ അനിവാര്യമാണെന്നും അത് നടക്കട്ടെ എന്നുമാണ്. അപ്പൊ ഇതില് നമുക്കറിയാം 1921 കലാപം, ലഹള, മാപ്പിള ലഹള എപ്രകാരമാണ് സ്വാതന്ത്ര്യ സമരമായിട്ട് ഇവിടുത്തെ മഹാന്മാര് ചിത്രീകരിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവിടെ കർഷക സമരമായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ അത് കർഷക സമരമാണ്. അലി മുസ്ലിയാരൊക്കെ നടത്തിയത്, വാര്യംകുന്നത്ത് ഹാജിയാരൊക്കെ നടത്തിയത് സ്വാതന്ത്ര്യ സമരമാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പിന്നെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അത് കർഷക ലഹളയായിരുന്നു എന്നാണ്. ഒരു കർഷക ലഹളയിൽ എന്തിനാണ് ഒരു നമ്പൂതിരെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭാര്യമാരെ റേപ്പ് ചെയ്യുന്നതും അല്ലെ ഭാര്യ റേപ്പ് ചെയ്യുന്നതും അയാളുടെ കഴുത്ത് വെട്ടുന്നതൊക്കെ എന്തിനാണ്? അതുകൊണ്ടല്ലേ അന്ന് കാലത്ത് കുമാരനാശാൻ എഴുതേണ്ടി വന്നത് ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നൊരി ഏറെ നാട്ടിൽ അമ്മമാരില്ലേ സഹോദരരില്ലേ ഈ മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ എന്ന് കുമാരനാശൻ എഴുതി വെറുതെ അല്ല, അതിന് തുടർന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ഹിന്ദു മതത്തിലെ ജാതി ചിന്തയെ പറ്റിയിട്ട്. അത് ശരിയായിരിക്കാം, ഒരു ഹിന്ദു മതത്തിൽ ജാതി ചിന്തയുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സുകാർ തമ്മിൽ വലിയ അടിയാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് ഒരു സഭയുടെ ആൾക്കാരെ മുഴുവൻ കൊല്ലുകയാണോ അതിന്റെ പരിഹാരം? അങ്ങനെയല്ലല്ലോ. ഹിന്ദു മതത്തിനകത്ത് ജാതി ചിന്ത അത് ആ കാലത്ത് പ്രകടമായി ജാതി ചിന്ത വളരെ ശക്തമായി ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതിനാരും നിഷേധിക്കുന്നില്ല, അത് ഫാക്ടാണ്. പക്ഷേ അതിന്റെ അർത്ഥം നാട്ടിലെ സകല നമ്പൂരിമാരെ, അപ്പൊ നമ്പൂരിമാരെ മാത്രമാണോ കൊന്നതല്ല, അതിൽ എത്ര ഈഴവർ കൊല്ലപ്പെട്ടു, എത്ര പുലയർ കൊല്ലപ്പെട്ടു, കണക്കെടുക്കാം. ബ്രിട്ടീഷുകാരെ കണക്കുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകത എന്ന് വെച്ചാല് അവർക്ക് ഈ കൊള്ളയടിയും ഒക്കെ ഉണ്ടെങ്കിലും കണക്കിൽ കൃത്യമായിട്ട് എഴുതും. കണക്ക് വലിയ കള്ളക്കളി കാണിക്കില്ല. നമ്മളെ പരിപാടി കൊള്ളയടിക്കുകയും ചെയ്യും, കണക്കിൽ കള്ളം കാണിക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അതെ ബ്രിട്ടീഷുകാരില്ലായിരുന്നു, ബ്രിട്ടീഷ് റെക്കോർഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മാപ്പിള ലഹളയുടെ ഒരു കണക്കും കിട്ടില്ലായിരുന്നു. ഒന്ന്. രണ്ട്, ഗോവയിൽ ക്രിസ്തീയ സഭ, കത്തോലിക്ക സഭ ഇന്ന് വെള്ളക്കൊപ്പായിട്ട് നടക്കുന്ന ശാന്തിയുടെ ദൂതന്മാര് നടത്തിയ ക്രൂരവും നിന്ദ്യവുമായ ഹിന്ദു വേട്ടയായിരുന്നു ഗോവൻ ഇൻക്വിസിഷൻ. ആ ഗോവൻ ഇൻക്വിസിഷന്റെ കണക്ക് എഴുതി ഫ്രഞ്ച് ചരിത്രകാരന്മാരും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും അവരുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേ കാര്യമല്ല എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് ഇൻ 1921 ഈസ് നൗ റിപ്പീറ്റിംഗ് ഇൻ ബാംഗ്ലാദേശ് ഇൻ എ മോർ റൂത്ത്ലെസ് വേ. ഒരു വളരെ ക്രൂരമായ അതിലും നിന്ദ്യമായ ഒരു രീതിയിൽ ബാംഗ്ലാദേശ് തുടരുകയാണ്. കണക്ക് കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നടക്കുന്ന ലഹള 10 കൊല്ലം കഴിയുമ്പോൾ ചരിത്രമായി. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്താണ്? ഗവൺമെന്റ് റെക്കോർഡ്സിനെയാണ്. ആ റെക്കോർഡ്സ് എന്താ പറയാ, ചെറിയ ചില സ്പൊറാഡിക് ഇൻസിഡൻസ് ഉണ്ടായെന്ന് മാത്രമല്ലേ റെക്കോർഡിൽ ഉണ്ടാവുള്ളൂ. ഈ 2000-ന് നടന്ന ലഹളകളിൽ, ആക്രമണങ്ങളിൽ ആകെ 20 എണ്ണം മാത്രമേ കമ്മ്യൂണിലുള്ളൂ ഗവൺമെന്റ് എഴുതി വെച്ചാൽ നാളെ ഇത് രേഖയായി. സോ അവർ വളരെ കണക്കൂട്ടിയാണ് കളിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഭരണ ശിലാകേന്ദ്രങ്ങളൊക്കെ അടുത്ത ബന്ധമുള്ള ആളല്ലേ എന്ന് പറഞ്ഞു തരണം. എനിക്ക് അറിഞ്ഞൂടാ ഇന്ത്യ ഗവൺമെന്റ് എന്ത് പിന്നെ നീതിപൂർവകമായ ഇടപെടലാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട് ഒരു സാധാരണ ഹിന്ദു എന്ന നിലയ്ക്ക്. ഏതായാലും 1921 നമുക്ക് വലിയ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നില്ല, അന്ന് നമ്മളില്ല. അത് കഴിഞ്ഞ് 1990-കളിൽ ഈ പണ്ഡിറ്റുകൾ കശ്മീരി ഹിന്ദുക്കളെ അടിച്ചു ഓടിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നൊടുക്കി സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കിയപ്പോഴും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാൻ താല്പര്യമാണ്. 2021 ഇതിന് ട്രയൽ റൺ നടന്നിരുന്നു. 2021 ബംഗാളിൽ അല്ല, നമ്മൾ ഗാന്ധിയുടെ ഗാന്ധിയുമല്ല, നമ്മൾ ഗാന്ധി വളർത്തുന്ന ആടാണ്. ഗാന്ധി ചിലപ്പോ ഗാന്ധിയോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും. ഗാന്ധി വളർത്തുന്ന ആട് അത്രയും പറയില്ലല്ലോ. അപ്പൊ 2021 ബംഗാളിൽ നടന്ന, വെസ്റ്റ് ബംഗാളിൽ നടന്ന ആക്രമണം, മമതാജി നടത്തിയ ഒരു ആക്രമണം എന്ന് വെച്ചാൽ ആ സമയത്ത് വോട്ടിങ്ങിനോട് സംബന്ധിച്ച വലിയ ആക്രമണം നടന്നു. അവിടെ യുവമോർച്ച പ്രവർത്തകരെ 100ഓളം വീടുകൾ കത്തിച്ചു. അവരിൽ പലരും ഇപ്പൊ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ താമസിക്കുകയാണ് കേട്ടോ. മമതാജിയുടെ പാർട്ടിക്ക് പുതിയൊരു നേതാവുണ്ട് ഇപ്പൊ കേരളത്തില്. അല്ല, ഇവിടെയുള്ള ബംഗാളികൾക്കും ബംഗ്ലാദേശികൾക്കും ഇനി അൻവറിന്റെ നേതൃത്വം അത് ഒരാവേശമാകും. അല്ലല്ല, അൻവർ സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് കുഴി തോണ്ടിക്കൊണ്ട് ഞാൻ വെച്ച ആവേശത്തിൽ പ്രസംഗിക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചേ മൂപ്പര് മരത്തിൽ കയറാൻ പോകും, ഒരു സ്വന്തം കുഴി തോണ്ടി വീണു. ഇനി അത് ഉയരാൻ പോകുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത്, they are creating history, misinterpreted history for the coming generations. വരുന്ന തലമുറകൾക്ക് വേണ്ടി തെറ്റായി വ്യാഖ്യാനിച്ച് ചരിത്രം നിർമ്മിക്കുകയാണ് ഈ ഭീകരന്മാർ. ഇത് തന്നെയാണ് 1924 ചെയ്തത്. കുമാരനാശാന്റെ ദുരൂഹ മരണം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ്. 2 ബോട്ടുകൾ പലനയാറ്റിലെ റിഡീമർ ബോട്ടിനെ പിന്തുടർന്നെന്നാണ് ഞാൻ വായിച്ചത്. ആ ബോട്ടുകൾ പിന്നെ കണ്ടില്ല. ആശാനെ രക്ഷിക്കാൻ നോക്കിയില്ല. ആശാന്റെ ശരീരം കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് കെട്ടി ഒരു കാരണവശാലും പുറത്തു വരാത്ത മാതിരിയാണ് ഇട്ടിരുന്നത്. അപ്പൊ എന്തിനാണ് ആശാനെ ചെയ്തത്? ദുരവസ്ഥ എന്ന കൃതിയിലൂടെ ഇസ്ലാമിക ഭീകരരെ ലോകത്താദ്യമായി ഇത്ര പച്ചയ്ക്ക് പറഞ്ഞ മറ്റൊരാൾ കുമാരനാശാനെ പോലെ വേറെ ആളില്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ അത്ര ഭീകരമാണ് കാര്യങ്ങൾ. നമ്മൾ ഇരിക്കുന്ന കേരളം സുരക്ഷിതമല്ല. ബാംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദുക്കളുടെ വീട് കൈയേറി കൊള്ളയടിക്കുമ്പോൾ, കൊല്ലുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ അത് അനുഭവിക്കണം. ഇവിടെ ഗോദ്രയിൽ മറ്റേ ഗുജറാത്തിൽ ചെയ്തതിന്റെ പ്രതിക്രിയയാണെന്ന് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അടുത്തടുത്ത നഗരങ്ങളിലുണ്ട്, ഗ്രാമങ്ങളിലുണ്ട്. അല്ല, അത് മാത്രമല്ല വിദ്യാസാഗർ, കേരളത്തിൽ കടന്നു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളുടെ എണ്ണവും വളരെ അധികമാണ് കേട്ടോ.
അതൊരു അല്ല, കണക്ക് പറയില്ല. അതാ ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഒരിക്കലും ഈ കണക്കുകൾ പുറത്തുവിടില്ല. ഞാൻ പറഞ്ഞു 10,000-കണക്കിന് പേർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുത്തുവിടെ വെച്ചിരിക്കുകയാണ്. ഇവര് ഏത് നിമിഷവും റിലീജിയസ്ലി ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഗ്രൂപ്പാണ് അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമുള്ള പട്ടാളത്തിന് ജനസംഖ്യയിലെ മെജോറിറ്റി നിയന്ത്രിക്കാൻ കഴിയുന്നു. 100 പോലീസുകാർക്ക് 1,500-2,000 ആളുകളെ പിരിച്ചുവിടാൻ സാധിക്കുന്നു. ആ കണക്ക് തന്നെയാണ് ജിഹാദികളുടെ കണക്ക്. ഒരു ജിഹാദിയെ കൊണ്ട് 100 പേരെ നേരിടുന്ന രീതിയാണ്. ഇപ്പൊ 10,000 ജിഹാദി ഇവിടെ ഉണ്ടെങ്കിൽ എത്ര പേരുടെ ജീവൻ പോകുന്നു മാത്രമല്ല. അപ്പൊ പ്രഹരശേഷി അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ അസംഘടിതരായ ആളുകളെ ചിഹ്നിച്ചിതറിക്കാൻ വളരെ എളുപ്പം. ഒരു സിംഹമാണ് ആയിരക്കണക്കിന് കുഞ്ഞാടുകൾ, ആടുകളെ ഓടിക്കുന്നത്. സത്യത്തിൽ അവർ 1000 പേരും തിരിഞ്ഞു നിന്ന് വെറുതെ മേന്ന് വെച്ചാൽ പോലും സിംഹം ഈ പേടിക്കാനേ ഉള്ളൂ. പക്ഷെ തിരിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അവർ അസംഘടിതരാണ്. നമ്മൾ ഒന്നാണെന്ന് ബോധമില്ലാത്തവരാണ്. അപ്പൊ അത്തരം ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന് ആക്രമണം നടത്തുന്ന പരിപാടിയാണ് മുഹമ്മദ് നബി വിളിച്ചത് ഗസ്വ. ഗസ്വ മീൻസ് ലൈറ്റ്നിങ് അറ്റാക്ക്, മിന്നൽ ആക്രമണമാണ്. അപ്പൊ അത്തരത്തിലൊരു മിന്നൽ ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ബാംഗ്ലാദേശിൽ കണ്ടത്. അത് കൃത്യമായും ജിഹാദ് തന്നെയാണ്. അത് ക്ലെൻസിങ് ഓഫ് ദ ലാൻഡ് വിത്ത് ദ സോഡ്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, സൈനുദ്ദീൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ജിഹാദ്, ദീനിന്റെ വാള്, ദീനിന്റെ വാളാണ് അവിടെ വീശിയത്. അത് പറയാൻ പത്രക്കാരും തയ്യാറല്ല, മീഡിയകളൊന്നും തയ്യാറല്ല. എന്താണ് നടക്കാൻ പോകുന്നത് അറിയില്ല. രാജ്യത്തെ ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അഭിമാനകരമായ നേട്ടങ്ങളുള്ള നമ്മുടെ ഗവൺമെന്റ് പോലും അയൽ രാജ്യത്തെ ഹിന്ദുക്കൾ, ബുദ്ധിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്ത് നടപടി എടുത്തെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്റർനാഷണൽ എന്ത് ഇന്റർവെൻഷൻ നടത്തി? മുഹമ്മദ് യൂനുസിനെ ശാസിക്കാൻ സാധിച്ചുവോ? അദ്ദേഹത്തിന്റെ ഈ ക്രൂരമായ പ്രസ്താവന, ഇന്നലത്തെ പ്രസ്താവന കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞെന്താണ്? ഇതെല്ലാം പൊളിറ്റിക്കലി ഓവർടോൺഡ്, എക്സാജറേറ്റഡ് ആയിട്ട് റിപ്പോർട്ട്സ് ആണ് ഇന്ത്യൻ മീഡിയ കൊടുക്കുന്നതെന്നാ പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ അപമാനിച്ചിരിക്കുകയാണ്. എക്സാജറേറ്റഡ് റിപ്പോർട്ട്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ വളരെ അപകടം പിടിച്ച അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഉറങ്ങുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന അർത്ഥം, അഗ്നിപർവ്വതത്തിന് മേലെ സുഖമായി ഉറങ്ങുന്നവർക്ക് എത്ര കാലം അങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് സ്വയം ചിന്തിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായത് വംശീയ അതിക്രമമാണെന്ന് ഈ മുഹമ്മദ് യൂനുസ് അധികാരം ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം മലക്കം പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്? എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ പറയുന്നത് പോലെ വംശഹത്യ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ഒരു പാവയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ പാവയായിട്ടുള്ള മുഹമ്മദ് യൂനുസിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസിന്, അദ്ദേഹത്തിൻ്റെ ഏജൻസികൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെയേ പറയാൻ പറ്റൂ. പക്ഷേ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതല്ലേ? നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് അക്കാര്യമൊക്കെ ചർച്ച ചെയ്തു. ഈ യുദ്ധം ഒരു പോംവഴിയല്ല, ഒരു പരിഹാരം അല്ല. പക്ഷേ എങ്കിലും ചിലതൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ, അതായത് ഈ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെങ്കിലും ഒന്ന് അനക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഒന്ന് വിറക്കില്ലേ? ബംഗ്ലാദേശിനെ വിറപ്പിക്കാൻ ശ്രീ അനിൽ, ഭാരതത്തിന് നിഷ്പ്രയാസം കഴിയും. പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ചെയ്യണമോ? ഇതൊരു വലിയ പ്രഹേളിക തന്നെയാണ്. കാരണം ഇവിടെ ഗ്ലോബൽ റിപ്പർക്കഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കൂ, നമ്മളത് ഭാരതം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിയും എല്ലാം തന്നെ ചേരുന്ന വിദേശകാര്യ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത്, ബംഗ്ലാദേശിലെ വിഷയം അടിസ്ഥാനപരമായി ഒരു മതരാഷ്ട്ര രൂപീകരണത്തിനുള്ള ഒരു വലിയ പദ്ധതിയാണ് അവിടെ അരങ്ങേറിയത്. അതിനെ ഒരു കായികമായ ഒരു പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുമ്പോൾ ലഭിക്കുന്നത് കുറേ മനസ്സുകളെ നഷ്ടപ്പെടുകയാണ്. ബംഗ്ലാദേശ് തീർച്ചയായും ഇന്ത്യയുടെ സ്വാധീന മേഖലയാണ് അന്നും ഇന്നും. അത് മതമല്ല അവിടെ വിഷയം. ഇന്ത്യയുടെ വിശാല സംസ്കാര ഭൂമികയിൽ ഒരു ഭാഗം തന്നെയാണ് ബംഗ്ലാദേശ്. അവിടെ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ഒരു സൈനിക നടപടി അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ഉപരോധ നടപടിയിലൂടെ ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ മനസ്സ് ഭാരതവിരുദ്ധമാക്കാൻ ഭാരതം താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തി പ്രയോഗം നടക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി
കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ നമ്മുടെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ നിയമിച്ച കമ്മീഷൻ ഓഗസ്റ്റ് 2024 മുതൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ പീഡനം എന്നാരോപിക്കപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് പ്രതീക്ഷിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു, മഹാഭൂരിപക്ഷം 98% ആക്രമണങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണങ്ങളാണ്. അതിനർത്ഥം ബംഗ്ലാദേശി അവാമി ലീഗിൻ്റെ പ്രവർത്തകരെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയുടെ പ്രവർത്തകർ ആക്രമിച്ചു. ആ നാഷണൽ പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷേ ആക്രമണ വിധേയമായവർ ബംഗ്ലാദേശ് അവാമി ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, അവർ ഇന്ത്യൻ വംശജരായ അവാമി ലീഗുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ വംശജർ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ബംഗ്ലാദേശികളായ ആളുകളാണ്. അത് ഒരു വംശഹത്യയാണ്. അതായത് ഇതെങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യും? ഒരു വംശഹത്യയെ എങ്ങനെയാണ് തുച്ഛീകരിച്ച് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമായി കാണുന്നത് എന്നതാണ്. ഇപ്പം ഇവിടെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം എന്താണ്? ഒരു രാജ്യത്തെ, അത് ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ, ഏത് രാജ്യമായിക്കൊള്ളട്ടെ, മതരാഷ്ട്രമായി പരിവർത്തനം വരുത്തുക, അതിന് വിശാല അർത്ഥത്തിൽ മനസ്സുകളെ ഒരുക്കുക, ബംഗ്ലാദേശികളുടെ മനസ്സുകളെ ഒരുക്കുക. അതിന് 2 സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ബംഗ്ലാദേശിലെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടി, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, ഭാരതത്തിൻ്റെ ഒരു ബി ടീമാണ്. അല്ലെങ്കിൽ ഭാരതം ബംഗ്ലാദേശിൽ പ്ലാന്റ് ചെയ്ത ട്രോജൻ ഹോഴ്സാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കണം. അവാമി ലീഗിനെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഫാമിലിയുടെ അവശേഷിച്ച മെമ്പേഴ്സിനെ കൂടി കശാപ്പ് ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുന്ന, ഭാരതത്തിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു വിഭാഗം ഇന്നും ബംഗ്ലാദേശിലുണ്ട്. അതിൽ നല്ല പങ്ക് ഹിന്ദുക്കളാണ്. അവർക്കെതിരെ കൂടി മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിഭാഗത്തെ തിരിക്കുക. ഇപ്പോൾ കേവലം 8% മാത്രമുള്ള ഹിന്ദുക്കൾക്കെതിരെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക മനസ്സുകളെ തിരിക്കുക എന്ന പ്രയോഗമാണ് അവിടെ നടക്കുന്നത്. അതിന് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ഏത് ബലപ്രയോഗവും തീർച്ചയായും വളരെ വലിയ തോതിലുള്ള റിപ്പർക്കഷൻസ് ഉണ്ടാക്കും. റിപ്പർക്കഷൻസ് എന്നുള്ള കാര്യം ഞാൻ വാക്ക് ഉപയോഗിച്ചതിൻ്റെ കാരണം മനസ്സുകളാണ് പ്രധാനം. ബംഗ്ലാദേശിലെ ശരാശരി ഒരു ബംഗ്ലാദേശി എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധനല്ല. ആ ഇന്ത്യ വിരുദ്ധ വികാരം ചെറിയൊരു നമ്പർ ജമാഅത്തെ ഇസ്ലാമിക്കാരും അല്ലെങ്കിൽ ചില സ്ഥാപിത താല്പര്യക്കാരും അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തനം ഉണ്ടാകുന്നത് ദൂരവ്യാപകമായ ഫലമുണ്ടാക്കും എന്നതുകൊണ്ടാണ് ഞാൻ ആ റിപ്പർക്കഷൻസ് എന്ന് പറഞ്ഞത്. ഇനി അതിന് അടുത്ത ഘട്ടത്തിലേക്ക് സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ എങ്ങനെ നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും രക്ഷിക്കാനാവും? ഇതിന് ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ചർച്ചയൊക്കെ നടന്നു. ഈ മിസ്ത്രിയൊക്കെ അവിടെ പോയതല്ലേ, അല്ലേ? വലിയ പ്രതീക്ഷ തന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. പക്ഷേ അങ്ങോട്ട് പിന്നെ ഒരു ചലനവും ഉണ്ടായില്ല. ഇന്ത്യയുടെ ഈ ഒരു ഫേബിയൻ മെത്തേഡ് എന്നൊരു മെത്തേഡുണ്ട്. അത് ഉടനടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം ടു സ്ട്രൈക്ക്. ഈ സ്ട്രൈക്കിന് ഇപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് ശരിയാണ്, നമുക്ക് അക്ഷമ ഉണ്ടാകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്ഷമരായി ഇരിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് താല്പര്യമുള്ള ആളുകൾ അതിർത്തിയുടെ അപ്പുറത്തുണ്ട്, അവർ പീഡനം അനുഭവിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അവിടെ ഈ സൈനിക നടപടി കൊണ്ട് എന്താ സംഭവിക്കാൻ സാധ്യത? അത് നമ്മളൊരു പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിച്ച് നോക്കൂ. ഇന്ത്യ ഒരു സൈനിക നടപടിയിലേക്ക് എത്തിയാൽ 4000 കിലോമീറ്ററുള്ള ബോർഡർ, അതിൽ വളരെ ഫോറസ്റ്റ് ബോർഡേഴ്സാണ്. ഇന്ത്യൻ സൈന്യത്തിന് ഇരച്ചു കയറാവുന്ന നിലയിലാണ്. പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസം അതിന് പറ്റിയ സമയവുമാണ്. ഒരു ഡ്രൈ വെതറാണ്, അവിടെ വലിയ മഴയുണ്ടാക്കുന്ന സമയമല്ല. ആ സമയത്തിൻ്റെ ആനുകൂല്യത്തിലാണ് പണ്ടും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 71 യുദ്ധമൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു സമയം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അത് സൈനിക നടപടി ഇന്ത്യയുടെ അജണ്ടയിൽ ഉണ്ട് എന്ന് എനിക്ക് കരുതുന്നു. സൈനിക നടപടി വേണ്ട, ഭാരതത്തെ ആശ്രയിക്കുന്ന വഴികളെല്ലാം അങ്ങ് അടക്കുക. ഇപ്പോൾ വെള്ളം, വൈദ്യുതി, അല്ലേ? അതിലൊക്കെ ഒരു തീരുമാനം എടുക്കാൻ അത് ബുദ്ധിമുട്ടുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങളായിരിക്കും. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്, സാധാരണ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകില്ല എന്ന നിലപാട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതും മേലെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ ബംഗ്ലാദേശിനും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിലെ ഒരു പ്രത്യേക പ്രവിശ്യ റഖൈൻ പ്രൊവിൻസുകളിലെ
അറാക്കൻ സൈന്യം വളരെ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. അത് മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ തെക്കു ഭാഗത്തുള്ള ദ്വീപ് അത് സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡാണ്. ആ സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് ചൈനയുടെ സ്വാധീന വലയത്തിലാകുന്ന ആ ഘട്ടത്തിലാണ് ഭാരതം ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഭാരതത്തിന് അനുകൂലമായ ഒരു തീരുമാനമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം പ്രാപിച്ചു. പക്ഷേ ഭാരതത്തിന് മനസ്സിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ പിടിമുറുകുകയും അറാക്കൻ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ മേഖല സെക്യൂർ ചെയ്യുക. അങ്ങനെ മച്ച് മെലോഡോൺ ബംഗ്ലാദേശിനെ മാത്രമേ ഇന്ത്യക്ക് നേരിടാനാവൂ. കാരണം സൈനികമല്ല ഇവിടെ വിഷയം, ഇവിടെ സാമ്പത്തികമായ ഉപരോധമാണ്. ഇവിടെ അതായത് പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ കാണാനിരിക്കുന്ന യുദ്ധത്തിൽ എൻ്റെ പേര് ഒളിപ്പോരാണ് എന്നൊക്കെ വടക്കൻ വീരഗാഥയിലൊക്കെ പഴശ്ശിരാജാൽ പറയുന്നത് പോലെ ഇത് കാണാനിരിക്കുന്ന ഒരു പൂരമാണ്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന് ചൈനയുമായി അതിർത്തിയില്ലല്ലോ. അതുകൊണ്ട് ബംഗ്ലാദേശിന് സപ്ലൈ വരണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യയിൽ നിന്ന് വരണം, അല്ല എങ്കിൽ ബർമയിൽ നിന്ന് വരണം, അതുമല്ല എങ്കിൽ സമുദ്രമാർഗം വരണം. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തമായ കണ്ണുകൾ ആ ഭാഗത്തുണ്ട്. അതുണ്ടാകണമെങ്കിൽ ഒരു ബിൽഡപ്പ് ഉണ്ടാകണം. നോക്കൂ, കഴിഞ്ഞ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ കാലത്ത് 71 യുദ്ധത്തിൻ്റെ കാലത്തും തർക്കമുണ്ടായി ഉടനടി ഇന്ത്യയുടെ സൈന്യം അങ്ങ് ഇരച്ചു കയറുകയല്ല ചെയ്തത്. ഏറ്റവും അനുകൂലമായ സമയം നോക്കി ആ സമയത്താണ് ഇന്ത്യ ഇടപെട്ടതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇപ്പോൾ കളമൊരുക്കുന്ന ഒരു തിരക്കിലാണ്. അത് മാത്രമല്ല, ജനുവരി 20, 2025 ഒരു നിർണായക ദിവസമാണ്. അന്നാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത്. അപ്പോൾ ട്രംപ് വന്ന് അങ്ങ് എല്ലാം പരിഹരിച്ച് ട്രംപ് വന്നു, എല്ലാം ശരിയായി എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഒരു വാക്കുണ്ട്, ബംഗ്ലാദേശിലെ വംശഹത്യ ഞാനായിരുന്നു പ്രസിഡന്റ് കസേരയിലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ട്രംപിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യ ഈസ് വാച്ചിങ് സിറ്റുവേഷൻ വെരി ക്ലോസ്ലി. ട്രംപുമായി ചേർന്നുകൊണ്ട് തീർച്ചയായും ഒരു പദ്ധതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ക്വാഡ് ഉൾപ്പെടെയുള്ള സൈനികമെന്ന് പറയാനൊക്കത്തില്ല, നാവിക സഖ്യത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ചൈന അവിടെ പിടിമുറുക്കുന്ന അന്തരീക്ഷം എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യ അതികഠിനമായ ഉപരോധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ ഉപരോധം പൊളിക്കാനായി ചൈന ഏതറ്റം വരെ വേണേലും പോകും. അതുകൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ എളുപ്പമാണ്, നമുക്ക് വാദിക്കാൻ എളുപ്പമാണ്, എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഉടനടി ഒരു ആക്ഷൻ എടുക്കാൻ. എന്നാൽ അതേസമയം തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ത്യ വളരെ സമർത്ഥമായി ഈ വിഷയം, ഇപ്പോൾ ഇത് പബ്ലിക് സ്പേസിലെ ഒരു വിഷയമാണ്. ഈ ബംഗ്ലാദേശിലെ വംശഹത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമല്ല, ലോകമാസകലം സംസാരിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ നയതന്ത്ര രംഗം ഉണർന്ന് പ്രവർത്തിക്കുകയും അതൊരു അന്താരാഷ്ട്ര വിഷയമായി മാറുകയും. പക്ഷേ BBC അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് BBC റിപ്പോർട്ട് ചെയ്യാത്തിടത്തോളം യാഥാർത്ഥ്യം മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ മഹാന്മാർ ഈ വേദിയിൽ വന്നിരുന്നിരുന്നു. അത് BBC റിപ്പോർട്ട് ചെയ്തില്ല എന്നല്ലല്ലോ, സ്വതന്ത്ര അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 2-3 പേർ മരിച്ചു എന്നാണ്. അതിപ്പോൾ ഒരു റിപ്പോർട്ട് ഒരു യാഥാർത്ഥ്യത്തെ എത്രത്തോളം തുച്ഛീകരിച്ച് കാണാം, വളച്ചൊടിക്കാം എന്നതിൻ്റെയൊക്കെ ഒരു യുദ്ധത്തിലേക്ക് ഏറ്റവും വലിയ കാഷ്വാലിറ്റി എന്താണ്? സത്യമാണ് യുദ്ധത്തിലെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി. അതുകൊണ്ട് ഈ റിപ്പോർട്ട് തന്നെ ഒരു വെള്ളപൂശലല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം ഭദ്രം, ഇവിടെ ഒരു ചെറിയ തോതിലുള്ള രാഷ്ട്രീയ സംഘടന നടന്നു എന്ന രീതിയിൽ തുച്ഛീകരിച്ച് കാണുകയാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഒരു പാവ സർക്കാരിനെ സൃഷ്ടിച്ചു. മുഹമ്മദ് യൂനിസ് എന്ന വ്യക്തി 100% ഇന്നോക്യുവസ് ഒരു പാവ തന്നെയാണ്. എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജെൻഡർ തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പം ആ ഒരു അർത്ഥത്തിൽ മുഹമ്മദ് യൂനസിനെ നിർത്തി ഒരു സർവ്വതാ യോഗ്യനെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരാളെ മുന്നിൽ നിർത്തി ക്രെഡിബിലിറ്റി നേടാനുള്ള ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഒരു മിടുക്കാണ് അവിടെ മുഹമ്മദ് യൂനസിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് അവിടെ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ അധ്യക്ഷനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് ഒരു മതരാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി തകൃതിയായ നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ കുളം കലക്കി വഷളാക്കാനായി ഇന്ത്യ ശ്രമിക്കാത്തതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ആരിഫ് ഹുസൈൻ, അപ്പോൾ കാത്തിരിക്കാം അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ അത് വേറെ ചിലതുമായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് ലോകം
കണ്ടതാണ്, മാലോകർ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നത് സത്യത്തിൽ ആ വരുന്ന ആളുകളുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ അത് എത്ര തെറ്റായതാണെങ്കിലും അതിനെ ശരിവെക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ശരിയായൊരു രീതിയല്ല. പ്രത്യേകിച്ച് ഒരു ഗ്ലോബൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ലാൻഡ്സ്കേപ്പിൽ അങ്ങനെ ഒരു ലോക പോലീസ് ആക്കി കൊടുക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോഴും പറയാറുണ്ട്. ഈ ജാതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വളരെ ഫേം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നത് കേട്ടോ. അതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, ഞാൻ പറയാണ് അതായത് നമ്മളെപ്പോഴും ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഈ ബ്രാഹ്മണനെ മാത്രമാണ് എപ്പോഴും കുറ്റപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ജാതി വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നതിൽ തുല്യ പങ്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞ മാതിരി ലോക പോലീസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു, അത് എല്ലാത്തിലും ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോക പോലീസിനെ പോലീസ് ആക്കുന്നത് ആരാണ്? ലോക പോലീസ് അല്ലാതെയുള്ള ആളുകളാണ് ആക്കി അവരെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തി ഗുണ്ട നേതാവാക്കി മാറ്റുന്നത്. അത് ശരിയല്ല. നമ്മളിപ്പോഴും പറയുന്നു, ഞാൻ ഇതിനകത്തൊരു നല്ലൊരു പാരലലായിട്ട് എടുക്കുന്നത് അർമേനിയൻ ജനോസൈഡ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന വിഷയവുമായി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും വരുന്നില്ല എങ്കിൽ പോലും അർമേനിയൻ ജനോസൈഡ് ഒരു മികച്ച കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അത് 1923 ആ ഒരു ജനോസൈഡ് നടന്നു കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു രാജ്യം അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആണ് അത് ആദ്യമായിട്ട് സമ്മതിക്കുക. അത് തന്നെ 1998 ഒക്കെ ആകുമ്പോഴേക്കും. എത്ര വർഷം എടുത്തു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത് വെറുതെ അല്ല, കാലങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ക്യാമ്പയിനിങ്, ലോബിയിങ്, ഇത് അന്താരാഷ്ട്ര മേഖലകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി, ഇതിൻ്റെ റിപ്പോർട്ടിങ് നടത്തി, സിനിമകൾ പിടിച്ച്, ബുക്കുകൾ എഴുതി, വർഷങ്ങളെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 നമുക്ക് ഈ ജനോസൈഡ് എന്നുള്ള വാക്ക് തന്നെ അത് ഇത്രമാത്രം വ്യാപകമാകുന്നതിന് പോലും കാരണമായത് ഈ അർമേനിയൻ ജനോസൈഡാണ്. അതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അത്രയും ഒരു വ്യാപ്തിയുള്ള സ്കെയിൽ ഉള്ള ഒരു സംഗതി നമ്മളിപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ൽ 10 മാർക്ക് ഹോളോകോസ്റ്റിന് ഹിറ്റ്ലർക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അർമേനിയൻ ജനോസൈഡിന് ഒരു മിനിമം ഒരു 7 മാർക്കെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്ക് ഹിറ്റ്ലറിൻ്റെ കാര്യം മാത്രമേ നമ്മുടെ തലയിലേക്ക് വരുന്നുള്ളൂ, ഈ അർമേനിയൻ ജനോസൈഡ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രത്യേക മതം വരുന്നു. അവിടെയാണ് ഇതിൻ്റെ വിഷയം. ഒരു വശത്ത് ഈ ഇസ്ലാമിക് അട്രോസിറ്റീസ് വന്നു കഴിയുമ്പോൾ അത് ചർച്ചയാകുന്നില്ല, ആഗോള സമൂഹം അതിൽ നിശബ്ദരാണ്. അതാണ് ഇതിലെ വിഷയം. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്ന വലിയൊരു ആരോപണം, ഇന്ത്യക്കകത്ത് നേരിടുന്ന ഒരു ആരോപണമുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ പറയുന്നു, ആ ഒരു സംഗതിയെങ്കിലും മുൻനിർത്തിയിട്ട് ന്യൂനപക്ഷങ്ങൾ അത് എവിടെയായാലും, അത് ആഗോളതലത്തിലായാലും ഇന്ത്യക്കകത്തായാലും, അത് അവരോടൊപ്പമാണ് ഇന്ത്യ ഉണ്ടാവുക, അത് BJP ഉണ്ടാവുക എന്നുള്ളതല്ല എന്ന നിലപാട് മുന്നോട്ട് വെക്കാനും അതിനൊരു കൃത്യമായ പോളിസി വെക്കാനും അതിന് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ തരത്തിൽ വിഷയങ്ങളിലേക്ക് വരെ ചർച്ച കൊണ്ടുപോകാൻ എല്ലാം സാധിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ വന്നിട്ടുള്ള 2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്ത്യ വലിയ തോതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ബംഗ്ലാദേശിലുള്ള ഗ്രാമങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയും. യുദ്ധത്തിന് മുന്നേ എങ്ങനെയായിരുന്നു, ശേഷം എങ്ങനെയായിരുന്നു, ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പച്ചയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ചെയ്തിട്ടാണ് ഇസ്രായേലും അതുപോലെ മറ്റു പല രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലുള്ള വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതുകൂടാതെ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന ആളുകളുടെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും, അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും, ബുക്കുകളാക്കാം. എന്തായാലും ഇത് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിൽ ആദ്യ പടി എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരൊറ്റ മേഖലയിൽ പോലും ഇതിൻ്റെ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആക്ഷൻ മുതൽ ഇതിൻ്റെ ഇന്റർനാഷണൽ ലെവലിൽ ഇതിനെ ലോബിയിങ് നടത്തി ഈ വിഷയത്തിൽ ഒരു ആഗോള ശ്രദ്ധ കൊണ്ടുവരുന്നതിലടക്കം വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഇന്ത്യ ഇപ്പോഴും ഇതിനകത്ത് നിശബ്ദരായിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ട്രംപ് വരട്ടെ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആ ടാഗ് ലൈനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വരുന്നിടത്ത് നമുക്കതിനോട് വിയോജിപ്പാണ്. അതല്ല അതിൻ്റെ രീതി എന്നാണ് എനിക്ക് അതിൽ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടെ, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതാണ് ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഓക്കെ, ഈ പാനലിസ്റ്റുകളിൽ 3 പേരും ഭാരതത്തിൻ്റെ നിസ്സംഗതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വക്കീലേ,
അല്ല, നിസ്സംഗത വളരെ പെട്ടെന്ന് തന്നെ മാറേണ്ടിയിരിക്കുന്നു. അത് മാറിയില്ല എങ്കിൽ ഇവിടെ മോഹൻ വർഗീസ് സാറ് പറഞ്ഞതുപോലെ ഇപ്പം 71-ലെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പാണല്ലോ ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായത്. പക്ഷെ ആ അഭയാർത്ഥി പ്രവാഹവും യുദ്ധവും ഏതാണ്ട് 9 മാസക്കാലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് അവിടെ ഇടപെടാൻ കഴിഞ്ഞതും ആ ഇടപെടലിലൂടെ പുതിയൊരു രാഷ്ട്രത്തിന്റെ നിർമ്മാണവും ഒക്കെ ഉണ്ടായത്. ഇപ്പോ ഈ ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വരുന്നു, അതിനുശേഷം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതിലും നമ്മൾ എന്താ പറഞ്ഞ കൂടുതൽ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കാരണം അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇടപാട് നമ്മൾ കണ്ടതാണ്. അഹമ്മദ് കർസായിയുടെ ഒരു ഗവൺമെന്റ് എത്രയോ സ്വതന്ത്രമായിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടും ഈ 60,000-ഓളം വരുന്ന താലിബാൻകാരെ കീഴടക്കാനായിട്ട് അവരുടെ 5 ലക്ഷത്തോളം വരുന്ന സൈനികർക്കും കഴിഞ്ഞില്ല. അവസാനം ഇവരൊക്കെ ഇട്ട് ഓടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ അതിലൊന്നും നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല. ഇപ്പോ നമ്മൾ ലോകത്തിൽ 140 കോടി ഇല്ല 145 കോടി ജനങ്ങളുള്ള ഈ ബംഗ്ലാദേശിനെ ചുറ്റി വരിഞ്ഞ് 3843 കിലോമീറ്റർ അതിർത്തിയുള്ള അവരെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് മേൽ കൊണ്ടുവരാനായിട്ട് കഴിയും. കാരണം അത് അവർക്ക് ബോധ്യപ്പെടണം. ഇന്ത്യയും അല്ലെങ്കിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഭാവിയിൽ അവർക്ക് ദുരന്തമായി മാറും എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുന്ന ചില പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ സ്വാഭാവികമായും നീങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടിയന്തരമായി ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ബംഗാളിലും അതുപോലെ തന്നെ അസാമിലുമൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്ന അല്ലെങ്കിൽ വ്യാജ പാസ്പോർട്ടല്ല ഐഡന്റി കാർഡും ആധാറും ഒക്കെ ആയിട്ട് കയറിയിരിക്കുന്ന ആളുകളെ അടിയന്തരമായിട്ട് കണ്ടെത്തുക. ഇപ്പോൾ തന്നെ ബംഗാളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സന്ദർശകരായിട്ട് വരുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതെ, ആശുപത്രിയിൽ പ്രവേശനമില്ല, അവർക്ക് ഹോട്ടലിൽ സീറ്റ് എന്താ പറഞ്ഞ മുറി കൊടുക്കുന്നില്ല എന്നൊരു നില. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നടക്കുന്നതിന് സമാന്തരമായ രീതിയിൽ ഇപ്പുറത്തും നടക്കും അല്ലെങ്കിൽ നടന്നിരിക്കും എന്നൊരു തോന്നലിലൂടെ മാത്രമേ. കാരണം പേടിയിൽ നിന്നല്ലേ പൗരബോധം ഉണരുമെന്ന് ചെമ്മനം ചാക്കോയുടെ ഒരു മലയാള കവിത. എല്ലാ പേടി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഘടനകൾക്കും ഒക്കെ അതിന്റെ ഒരു ഭയവും ഈ ന്യൂനപക്ഷങ്ങളെയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയും ഒക്കെ ആക്രമിക്കുന്നതിൽ നിന്ന് അവരുടെ പ്രവർത്തനത്തെ പടിപടിയായിട്ട് പിന്മാറ്റാൻ കഴിയും. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു. ഈ ISI എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഈ എന്താ പറയുക രഹസ്യാന്വേഷണം, നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് സമാനമായ ഇന്റർ സർവീസ് ഇന്റലിജൻസ്, അത് അവിടുത്തെ സൈന്യത്തിന്റെ പൂർണ്ണമായ നേതൃത്വത്തിലാണ്. അവരാഗ്രഹിക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം, പ്രത്യേകിച്ച് ഈ മൗദൂദികളുടെ വാദഗതിയും ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് ഈ മറ്റ് മതങ്ങളും അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങളും ഒക്കെ നടത്താനുള്ള കളമൊരുക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ ശ്രദ്ധ പഴയ എന്താ പറയുക ഇപ്പോഴത്തെ പഴയ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ അവരിലേക്കും, കാരണം അവരുടെ ഒരു പിന്തുണയും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു ഗൂഢാലോചനയും ഇല്ലാതെ ഈ ബംഗ്ലാദേശിൽ ഇത്രയും കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബംഗ്ലാദേശിനോടൊപ്പം തന്നെ നമ്മുടെ നിരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും, അവിടെ ചിലപ്പോൾ ചില സർജിക്കൽ സ്ട്രൈക്കുകൾ, കാരണം ബംഗ്ലാദേശിന് കൊടുക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് അതിന്റെ എന്താ പറയുക ലക്ഷ്യം അത് നിങ്ങളെ ആയിരുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് വീണ്ടും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ കുഴപ്പങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു സംശയവും വേണ്ട, പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസുകാരാണ്, ഏജൻസിയാണ്. അവരുടെ പ്രവർത്തനത്തെ കൂടി നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ അജിത് ഡോവലിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ പരിണിതപ്രജ്ഞരായ ആളുകൾ ആയതുകൊണ്ട് ആ കാര്യത്തെയൊക്കെ അവർ വളഞ്ഞ് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ, ആ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ പോലും അതിന്റെ പ്രതിഫലനം ബംഗ്ലാദേശിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഇന്ത്യ ഒരു എന്താ പറയുക ഒരു ആക്ഷനിലേക്ക് പടിപടിയായി പോകേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത്. വിദ്യാസാഗർ, ആ 4 സന്യാസിമാർ, ഇസ്കോൺ സന്യാസിമാർ ഇപ്പോഴും തടവറയ്ക്കകത്താണ് കേട്ടോ. മോചനം നമ്മുടെ റിപ്പോർട്ട്സ് മാത്രമാണ്, അവർ ജീവിച്ചിരിക്കൊണ്ടോ നമുക്കറിയില്ല. അതെ, ഇവിടെ വന്നിട്ട് വിഷമാറ്റാന്ന് പറഞ്ഞാൽ ഈ ട്രംപ് വന്നിട്ട് കഞ്ഞിണ്ടാക്കുള്ള രീതിയിൽ ഇരുന്നാൽ മിക്കവാറും ഇവിടെ ഇത് സംഗതി കൈവിട്ട് പോകും. ഓൾറെഡി കൈവിട്ട് പോയി. മോഹൻ സാറ് നല്ല അധ്യാപകനാണ്, വളരെ നന്നായി ഈ വിഷയം പഠിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും നമ്മളെ പോലെ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ കഴിയില്ലായിരിക്കും.
ഒരു അധ്യാപകന്റെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് അദ്ദേഹം എല്ലാ ചർച്ചയിലും എടുക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൊരു അല്ല, അത് മതി. വൈകാരികത കാണുന്നത്. അല്ല, തീവ്രവാദികൾ ഇരിക്കുമ്പോൾ ഒരു മിതവാദിയെങ്കിലും വേണ്ടേ? അത് തീർച്ചയായും ഞാൻ പറഞ്ഞു ഐ റെസ്പെക്ട് ഹിസ് ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പേഷ്യൻസും ആ ഒരു ന്യൂട്രാലിറ്റിയും ഒക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എത്ര കണ്ടാണ് നമ്മുടെ അയൽ രാജ്യത്തുള്ള മനുഷ്യർ ഇങ്ങനെ നിരുപാധികം കൊല്ലപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ വാർത്തകൾ അറിഞ്ഞുകൊണ്ട് അസ്വസ്ഥത ആവാതിരിക്കുന്ന എങ്ങനെയാണ്? ആ അസ്വസ്ഥത നമുക്ക് സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിലല്ല ബംഗാളിൽ നടന്ന മമതയുടെ നേതൃത്വം നടന്ന പ്രശ്നവും ഒക്കെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്ത രീതിയോട് ഞാൻ അന്നും വിയോജിപ്പ് അറിയിച്ചിരുന്നു. കാരണം ഇവർക്കൊരു തണുപ്പൻ നയമുണ്ട്. ഐ തിങ്ക് ഹീസ് ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ശാന്തി ദൂതന്റെ പരിവേഷം കൊടുക്കുന്നോ അത് എത്രത്തോളം ഗുണം ചെയ്യും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ചില ഘട്ടങ്ങളിൽ നമുക്ക് ശാന്തി ദൂതനേക്കാൾ ഫലം ചെയ്യും. നമ്മൾ നാട്ടിൽ പറയില്ല, നല്ല അടിക്ക് അന്തകനും പറക്കുന്നു. നല്ല അടി കിട്ടിയാൽ അന്തകനം പറക്കുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റണം. നേരത്തെ വേണു സാർ പറഞ്ഞ പോലെ ഈ പാകിസ്ഥാന്റെ സഖ്യകക്ഷികളിൽ ചിലരുടെ സമ്മർദ്ദം കാണുമായിരിക്കും. അതെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിജ്ഞ എന്ന് പറഞ്ഞത് സർവ്വ മതങ്ങളോടും സമഭാവനയാണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഔദ്യോഗികമായ ഒരു നമ്മുടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അനുവാദമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊന്നും പരിധി വിട്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ജനാധിപത്യ വിശ്വാസങ്ങളെ തകർക്കുന്നതാവാനും പാടില്ല എന്നുണ്ടല്ലോ. അത്തരത്തിലൊന്നും ചിന്തിക്കാത്ത, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എത്നിക് ക്ലെൻസിങ് വംശീയമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ട് ആളെണ്ണം കുറച്ച് തന്ത്രങ്ങളുടെ ജിഹാദി നയങ്ങളെ ഒരു ജിഹാദി സ്റ്റേറ്റ് ആക്കി ബാംഗ്ലാദേശിനെ മാറ്റാനുള്ള ശ്രമമല്ല ഇത് വ്യക്തമായി അറിഞ്ഞിട്ട് നമ്മൾ നയതന്ത്രം കളിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഒരു സാധാരണ മനുഷ്യൻ നിലയ്ക്ക് എനിക്ക് തോന്നുകയാണ്. കാരണം രാജ്യത്തിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശരിയാണ്, ഉപരോധം ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവിടേക്ക് വീണ്ടും അരി ആഹാരങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയാൽ അപ്പൊ മോഹൻ സാർ പറയാതെ എത്ര എളുപ്പമല്ല റിപ്രിക്കേഷൻസ് ഉണ്ടാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അക്രമമാണ് സത്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അതായത് വെട്ടിക്കൊല്ലുന്നത് വളരെ എളുപ്പമാണ്. വെട്ടിക്കൊല്ലരുത് എന്ന് പറയുന്നത് റിപ്രിക്കേഷൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് മനസ്സിലാവാത്ത, ശരിയാണ്, ഒരു പക്ഷെ അത്രത്തോളം വലിയൊരു ബൗദ്ധികമായ മണ്ഡലം എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെ കൊല്ലുന്ന ജിഹാദിക്ക് കുഴപ്പമില്ല, ജിഹാദിക്കുള്ള അരി നിർത്തലാക്കുന്നത് റിപ്രിക്കേഷൻസ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പൊക്രാനിൽ നമ്മൾ അണുബോംബ് പരീക്ഷിച്ചപ്പോ ഉപരോധം വന്നില്ലേ? അപ്പൊ ഉപരോധം എന്ന് പറയുന്നത് അപ്പൊ അമേരിക്കയൊക്കെ ആവാം, നമുക്കായിക്കൂടാ എന്നൊക്കെ പറയുന്ന ലോകത്ത് നമ്മളിപ്പോ മറിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി വലിയ സ്ഥാനമൊന്നും ഇതുവരെ നേടിയിട്ടില്ല എന്നതുകൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ലോകത്തെ നമ്പർ 1 ആയി എന്നല്ലേ? ആ ഒരു വാദം ശരിയല്ല എന്ന് വെക്കുന്നതാണല്ലോ അമേരിക്ക വന്നിട്ട് പോണ്, തൽക്കാലം കോലായിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്ന രീതിയിലൊരു ചർച്ച പോകുന്നത്. അതെനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഒരു കാര്യം പറഞ്ഞത്, അയൽ രാജ്യമായ ബാംഗ്ലാദേശിനെ അതുപോലെ ഈ യൂനിസിനെ ഒക്കെ ഒരു ലോകവേദിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു തരത്തിലുള്ള ശേമുഷിയും നാളിന്ന് വരെ നമ്മൾ കാണിക്കാത്തത് എന്തേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് വോണ്ട് ദം അപ്പൊ ആ രാജ്യത്തിലേക്കുള്ള എല്ലാം മുടക്കുക, അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം, ലോക രാജ്യങ്ങൾക്കിടയിൽ ഈ അടുത്ത കാലത്ത് എത്രത്തോളം ഒരു അഭിപ്രായ രൂപീകരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എന്റെ ചോദ്യം. യൂനുസിനെ എതിർക്കുന്ന ബാംഗ്ലാദേശിൽ നടക്കുന്ന ഈ വൃത്തികേടിനെ, നരഹത്യയെ, ഈ അക്രമത്തെ, ജിഹാദിനെ ലോക രാജ്യങ്ങൾ എത്ര രാജ്യങ്ങൾ അപലപിച്ചു എന്ന എന്റെ ചോദ്യം. അങ്ങയുടെ അറിവിൽ ഏതെങ്കിലും രാജ്യങ്ങൾ പരസ്യമായി ഈ കാര്യത്തെ അപലപിച്ച അറിയാമോ അനിൽജി? ഇല്ല. എന്തുകൊണ്ടില്ല? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ നയതന്ത്രം, അല്ലെ നമ്മളിപ്പോ പത്രങ്ങളിലൂടെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നമ്പർ 1 എന്നുള്ളത് ഒരു വെറും ക്യാമ്പയിൻ മാത്രമാണെന്ന് സംശയിച്ചു പോവാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സന്യാസി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തിന് ഒന്നും ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഉപരോധം വേണ്ട, അറ്റ്ലീസ്റ്റ് വിദേശ രാജ്യങ്ങൾ, ശക്തരായ രാജ്യങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെന്റ് പോലും വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ ചെറുതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. നമുക്ക് ഉടനടി അവരുടെ പൈപ്പ് ലൈൻ കട്ട് ചെയ്യണം, അവർക്ക് വെള്ളം കൊടുക്കരുത് എന്നുള്ള അല്ല പറയുന്നത്. അതും മനുഷ്യരഹിതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇതുവരെ ഇതിനെ അപലപിച്ചില്ല? അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനുള്ള നയതന്ത്ര ശക്തി ഇനിയും ഇന്ത്യ കൈവരിച്ചിട്ടില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഡോക്ടർ മോഹൻ വർഗീസ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിച്ചിരിക്കുന്നത്. അതിനൊരു മറുപടി.
തീർച്ചയായും അതിന് മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു മെല്ലെപ്പോക്ക് അതാരെ ബോധിപ്പിക്കാനാണ്? ഒരു പ്രോംപ്റ്റ് ആക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതിൻ്റെ നൈതിക വശം. അപ്പോൾ ഞാനൊരു മിതവാദി ആയതുകൊണ്ടല്ല, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിശക്തമായി ഇന്ത്യ ഇടപെടണം തന്നെയാണ്. പക്ഷേ ഒരു വശത്തെ മറ്റൊരു കാര്യം വരുന്നു, ഒരു വിവേകപൂർവമായ ഒരു കാര്യമാണ് ആദ്യ പരിഗണന. ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരിഗണന തങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ പരമാവധി ഇൻസുലേറ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്തുക. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഏത് പ്രകോപനത്തിൻ്റെയും ആദ്യ ഇര എന്ന് പറയുന്നത് ഹതഭാഗ്യരായ 8% വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷങ്ങളായിരിക്കും ബംഗ്ലാദേശിൽ. അവരെ മോചിപ്പിക്കുക എന്നതല്ല, അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടണമെങ്കിൽ വളരെ സാവകാശം അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. അതിന് ക്വിക്ക് സൊല്യൂഷൻസ് ഇല്ല എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങൾക്ക് ക്വിക്ക് സൊല്യൂഷൻസ് ഇല്ല. അതേസമയം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഒരു 4 ഡയമെൻഷണൽ കണൻഡ്രമുണ്ട്. ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു 4 തലങ്ങളുള്ള ഒരു വലിയ പ്രഹേളിക. അതിൽ ഒരു തലമെന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ലിവിങ് ഇൻ എ വെരി ട്രബിൾഡ് നെയ്ബർഹുഡ്, എക്സ്ട്രീംലി ട്രബിൾഡ് നെയ്ബർഹുഡാണ്. ഒരൊറ്റ രാജ്യം പോലും പൂർണ്ണമായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നില്ല ദക്ഷിണ ഏഷ്യയിൽ. അതായത് സദേൺ ഏഷ്യൻ റീജ്യൻ, സൗത്ത് ഏഷ്യ റീജ്യനിലെ പാകിസ്ഥാൻ ആകട്ടെ, മാലദ്വീപ് ആകട്ടെ, ശ്രീലങ്ക ആകട്ടെ, ഒരു പരിധിവരെ നേപ്പാൾ ആകട്ടെ, ഇന്ത്യയുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ ഒന്നുകിൽ ഒരു സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ ചൈന അനുകൂലമായി നിൽക്കുന്നു, അല്ലെങ്കിൽ പാക് അനുകൂലമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയേറ്റൻ മനോഭാവത്തെ മുൻകാലത്തേക്കാൾ കൂടുതൽ സംശയത്തോടു കൂടി നോക്കുന്നു. ചൈനയുടെ പ്രസൻസ് ഇവിടെ എല്ലാം, ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്താകട്ടെ, ശ്രീലങ്കയിലെ കൊളംബോ ഹമ്പൻ തോറ്റ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാകട്ടെ, പാകിസ്ഥാനെ ഗദ്ദാർ തുറമുഖമാകട്ടെ, മാലദ്വീപിലെ തുറമുഖങ്ങളാകട്ടെ, ഒക്കെ തന്നെ ചൈനീസ് സ്വാധീന വലയത്തിലാണ്. അപ്പോൾ ട്രബിൾഡ് നെയ്ബർഹുഡ് കപ്പിൾഡ് വിത്ത് ചൈനീസ് ഓവർച്യൂഴ്സ് ഇൻ ദ റീജ്യൻ മേക്ക് ഇറ്റ് എ വെരി കോംപ്ലിക്കേറ്റഡ് ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ. അത് വളരെ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണൊന്ന്. 2, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജനതയുടെ, ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷത്തിൻ്റെ ഫിസിക്കൽ വെൽബീയിങ് ആൻഡ് സേഫ്റ്റി സെക്യൂരിറ്റി ഇന്ത്യ ഇപ്പോൾ ചാടിക്കേണ്ട ഒരു തീരുമാനമെടുത്ത് കാര്യമായ ഒരു ഉപരോധത്തിലേക്കോ ആക്രമണത്തിലേക്കോ സർജിക്കൽ സ്ട്രൈക്കിലേക്കോ നീങ്ങിയാൽ ഉടനടി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രക്തപ്പുഴ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് രണ്ടാമത്തെ ഒരു കണൻഡ്രമാണ്. മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് വളരെ ജിയോ സ്ട്രാറ്റജിക്കാണ്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ സബ് കോണ്ടിനെൻറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ ലൈനാണ്. ചിക്കൻ നെക്ക് എന്ന് പറയും, കോഴി കഴുത്തെന്ന് പറയുന്ന ആ ഒരു ചെറിയ 8 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ദൈർഘ്യമേറിയ ബംഗ്ലാദേശിൻ്റെ വടക്ക് കൂടി സിക്കിം ആ ഭാഗത്തോട് ബംഗാളിൽ നിന്നും കടന്നു പോകുന്ന ആ ചിക്കൻ നെക്ക്, അതാണ് ഏക ലൈഫ് ലൈൻ ടു ദ നോർത്ത് ഈസ്റ്റ്. പക്ഷേ ഇന്ത്യ 2 സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നു. അതിലെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ഇന്ത്യയുടെ കൽക്കട്ട തുറമുഖത്ത് നിന്നും മ്യാൻമാറിലെ പടിഞ്ഞാറ് രാഖൈൻ പ്രോവിൻസിലെ ഒരു തുറമുഖം വരെ ചരക്ക് ഗതാഗതം കപ്പൽ വഴി എത്തുകയും അവിടെ നിന്നും നദി വഴിയും പിന്നീട് കര വഴിയും മിസോറാമിലേക്ക് ചരക്കുകളും ആളുകളും എത്തത്തക്ക രീതിയിലുള്ള ഒരു വിശാല കോറിഡോർ പദ്ധതി ഒരുങ്ങുന്നു. അത് പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. അതാണ് ഒരു വലിയ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ ഈ അവസരം 71 നമുക്ക് സാധിക്കാതിരുന്നത് മനഃപൂർവ്വം, അത് വലിയൊരു വീഴ്ചയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ നെക്കിൻ്റെ വീതി കൂട്ടാനുള്ള സുവർണ അവസരം നഷ്ടപ്പെടുത്തി. ഇപ്രാവശ്യം അത് ചെറിയ തോതിലെങ്കിലും ചിക്കൻ നെക്ക് വികസിപ്പിച്ചെടുക്കുകയും ആ ഭാഗത്തെ തർക്ക വിധേയമായ ആ ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി സാധിക്കും. ഇപ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ പുറമേ പറയാത്തതും എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നതുമായ കാര്യം, ഏതെങ്കിലും കാരണവശാൽ ആ ചിക്കൻ നെക്ക് മുറിയുകയാണെങ്കിൽ
ചൈനയുടെ സ്വാധീനം അങ്ങോട്ട് വ്യാപിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഏറ്റുമുട്ടലുകൾ എല്ലാം തന്നെ ഇന്ത്യ വളരെ ഗൗരവത്തോടുകൂടി നോക്കുന്നത്. സിക്കിമിന് മേൽ ചൈന പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. അവിടുന്ന് വലിയ ദൂരമില്ല ബംഗ്ലാദേശിലേക്ക് ഓർക്കണം. അപ്പോൾ ആ കണക്ടിവിറ്റി ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടരുത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരങ്ങൾ ഉടനടി ഉണ്ടാവില്ല. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിന് മധ്യേ ഈ പരിഹാരം ഉണ്ടാകണം. അവസാനം 4ാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും തീർച്ചയായും വലിയ പരിഗണനാ വിഷയമാണ്. ദേ ആർ ഹൈപ്പർ ആക്റ്റീവ് ഇൻ ബംഗ്ലാദേശ്. അതുകൊണ്ട് ബംഗ്ലാദേശ് എന്നത് ഒറ്റയ്ക്കല്ല എന്നോർക്കണം. അപ്പോൾ നമ്മൾ യുക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈകാരിക, അതാണ് 1 foot down പ്രിൻസിപ്പിൾ. തലച്ചോറ് കൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഹൃദയം മാത്രം ഒരു പ്രതികരണ ഘടനയായി എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്യന്തിക താല്പര്യങ്ങൾ, പ്രധാനമായും ഞാൻ കാണുന്നൊരു ഇന്ത്യയുടെ താല്പര്യം ആത്യന്തികമായി മുഹമ്മദ് യൂനുസ് ഭരണകൂടം അട്ടിമറിക്കപ്പെടും, അല്ലെങ്കിൽ നിഷ്കാസിതമാകും. അവിടെ ഇന്ത്യക്ക് കൂടി സ്വീകാര്യമായ ഒരു ഭരണകൂട മരണം. അങ്ങനെ മാത്രമേ ഇന്ത്യയുടെ ലോങ് ടേം ഇൻട്രസ്റ്റ് പൂർത്തീകരിക്കപ്പെടൂ. അല്ലാതെ എനി ഷോർട്ട് ടേം ഫോഴ്സിങ് അതൊരിക്കലും, അത് കൂടുതൽ മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തെ അസ്ഥിരമാക്കാൻ കഴിയുന്ന എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം തന്നെ ചെയ്യാനുള്ള സമയമാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരു വെയിറ്റിംഗ് ഗെയിം ഇന്ത്യ പുലർത്തുന്നത് ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല, പക്ഷേ അതിന് പിന്നിൽ ഒരു ചിന്തയുണ്ട് എന്നത് വളരെ ന്യായമായി ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പരിഹാരം ഉണ്ടാകണം, തീർച്ചയായും പരിഹാരം ഉണ്ടാകണം. പക്ഷെ പരിഹാരം ഉണ്ടാകുന്നതിന് എടുകുടുക്കെ ചോറും കറിയും എന്ന രീതിയിൽ പെട്ടെന്നുണ്ടാകാൻ കഴിയുന്ന ഒരു പരിഹാരമല്ല. തീർച്ചയായും ട്രേഡ് എംബാർഗോ ഒരു പരിഗണനാ വിഷയമാണ്. അത് സെലക്റ്റീവ് എംബാർഗോ മാത്രമേ സാധിക്കൂ. ഫുൾ എംബാർഗോ നടന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം പട്ടിണിയിലാകുന്നത് ഒരുപക്ഷെ മതന്യൂനപക്ഷങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അവിടെയും നമുക്ക് തീവ്രമായ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ആ വൈതരണിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ മതിക്കുന്നൊരു വിഷയം. അത് ഞാൻ ഒരു കാര്യമാണ് വിദ്യാസാഗർ മൂർത്തിയും മറ്റുള്ള പാനലിസ്റ്റുകളും പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കുന്നു. വേണ്ട രീതിയിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഈ വിഷയം ചർച്ചയാക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്കും സംശയമുണ്ട്. കുറേയൊക്കെ ചർച്ചയായി, പക്ഷേ അതിനുള്ള തീവ്രമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ലോക മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കേണ്ടതുണ്ട്. ലോകത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ കൂടുതലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു പ്രചരണ ക്യാമ്പയിൻ മെത്തേഡായി ആരും കാണാതെ ഇരിക്കട്ടെ. അതിനുള്ള ഒരു തന്ത്രപരമായ മികവ് ഇന്ത്യയുടെ പ്രചരണ സംവിധാനത്തിനും കൂടി ഉണ്ടാകണം. ഇതൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും സമീപകാലത്ത് ഹിന്ദുക്കൾ ഇതുപോലെ വേട്ടയാടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പരസ്യമായി കൊന്നു കെട്ടിത്തൂക്കിയ ദൃശ്യങ്ങൾ ഇന്നും ഒരു വേദനയായി അവശേഷിക്കുന്നു. ഹിന്ദുക്കളുടെ അടക്കം ആരാധനാലയങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. മാനഭംഗത്തിനിരയാക്കപ്പെട്ട സ്ത്രീകളുടെ നിലവിളി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടും ക്രൂരതയെ ന്യായീകരിക്കുന്ന ഇടക്കാല ഭരണകൂടം മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് കുടപിടിക്കുന്നവരോട് മനുഷ്യത്വം സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.